ഒരു ഫോട്ടോ എടുത്താൽ അത് സോഷ്യൽ മീഡിയകളിൽ ഇട്ട് നാലാളെ കാണിക്കാൻ താല്പര്യപ്പെടാത്തവരായി ആരാണുള്ളത്? എന്നാൽ പിന്നീട് അതിന് വരുന്ന കമന്റുകളോ പൂർണ്ണമായി വായിച്ചു തീർക്കാൻ പോലും സാധിക്കാത്ത വിധം ദ്വയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീല കമന്റുകളുമായിരിക്കും. നല്ലതിട്ടാലും മോശമിട്ടാലും ലൈംഗിക ചുവയുള്ള കമന്റുകളും അഭിപ്രായങ്ങളും മാത്രം പങ്കുവെക്കാൻ കാത്തിരിക്കുന്ന ചിലർ. ഇത്തരം ചിലരെ പേടിച്ച് നല്ലതെന്ന് തോന്നുന്ന എത്രയോ ചിത്രങ്ങളും വീഡിയോകളുമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. മഞ്ഞപ്പിത്തം ബാധിച്ചവർ കാണുന്നത് മുഴുവൻ മഞ്ഞ കളർ ആയിരിക്കുമെന്ന് പറയുന്നത് പോലെ ചിലർക്ക് നല്ല രീതിക്കൊന്നും കാണാനേ അറിയില്ല. നല്ലത് കണ്ടാലും മോശം കണ്ടാലും ഹാലിളകുന്നവർ. സോഷ്യൽ മീഡിയകളിൽ സ്ത്രീകളെ കണ്ടാൽ മോശമായിട്ടും ദ്വയാർത്ഥത്തിലുമേ ചിലർക്ക് സംസാരം വരും. അത്തരത്തിലുള്ളവരുടെ അഭിനന്ദനങ്ങളും അതിരുവിട്ട വാചകങ്ങളിലൂടെയേ പുറത്തു വരും. ചിലർക്കെന്തോ അതങ്ങനാണ്. അതൊക്കെ സപ്പോർട്ട് ചെയ്യാനും വേറെ കുറച്ചു പേർ. അതിന് പ്രായവ്യത്യാസം ഒന്നുമില്ല എന്നതാണ് സമൂഹത്തിന്റെ നിലവാര തകർച്ച വ്യക്തമാകുന്നത്. ഇത്തരക്കാരുടെ രോഗത്തിന് മരുന്നില്ലെന്ന് കരുതി സ്വയം ഒഴിഞ്ഞു മാറിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്നാൽ ഇനി അതിന്റെ ആവശ്യമില്ല. ദ്വയാർത്ഥ പ്രയോഗങ്ങളും സ്ത്രീ ശരീര വർണ്ണന കേസുകളും വിവാദമായി നിൽക്കുമ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അധിക്ഷേപങ്ങൾ ചൊരിയുന്നവരെ പിടികൂടാൻ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കി ഇറങ്ങിക്കഴിഞ്ഞു പോലീസ്. അധിക്ഷേപകരമായ വീഡിയോകളും ചിത്രങ്ങളും പോസ്റ്റ് ചെയ്യുന്നതും അവയ്ക്ക് ലൈംഗിക ചുവയുള്ളതും അവമതിപ്പുളവാക്കുന്നതുമായ കമന്റ് ഇടുന്നതും കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് സൈബർ പോലീസ്. പരാതിപ്പെട്ടാലും പരാതിയില്ലെങ്കിലും ഇത്തരക്കാർക്കെതിരെ കേസെടുക്കാൻ പോലീസിന് സാധിക്കും. ലൈംഗിക അധിക്ഷേപമുള്ള കമന്റ് ഇട്ടാലോ കുറിപ്പുകൾ ഉണ്ടെങ്കിലോ 3 വർഷം തടവ് ശിക്ഷ കിട്ടാവുന്ന ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാകും കേസെടുക്കുക. സ്വന്തം ഐഡന്റിറ്റി മറച്ചുവെച്ച് ഫേക്ക് ഐഡികളിൽ നിന്ന് വീഡിയോകൾക്കും കണ്ടന്റുകൾക്കും കമന്റ് ഇടുന്നവരും മറ്റാരുടെയെങ്കിലും കുറിപ്പിനോ ചിത്രത്തിനോ കമന്റ് ചെയ്യുന്നവരുമൊക്കെ ഇനി കുരുക്കിലാകും. അധിക്ഷേപങ്ങൾ കണ്ടെത്താനുള്ള പ്രത്യേക സോഫ്റ്റ്വെയർ സൈബർ പോലീസിനുണ്ട്. ഇത് ഉപയോഗിച്ചാണ് പ്രത്യേക ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത്. ദുരുപയോഗം ചെയ്യാതിരിക്കാൻ അഭിപ്രായങ്ങളും അധിക്ഷേപങ്ങളും വ്യക്തമായി വേർതിരിച്ചായിരിക്കും പോലീസ് നടപടിയെടുക്കുക എന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമാണ് അറിയിച്ചത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പോലീസ് എതിരല്ല. പക്ഷേ അധിക്ഷേപകരവും ലൈംഗിക ചുവയുള്ളതുമായ അഭിപ്രായങ്ങളും കമന്റുകളും ചിത്രങ്ങളും വീഡിയോകളും പാടില്ല എന്ന കർശന നിലപാടെടുത്തിരിക്കുകയാണ് പോലീസ്. വിദ്വേഷ പ്രചാരണം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയവയും കണ്ടെത്തി നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ നീക്കം. 2016 283 ആയിരുന്ന സൈബർ കേസുകൾ 2023 ആയപ്പോഴേക്കും 3346 ആയിരുന്നു. ഇത്തരത്തിലുള്ള കേസുകളുടെ വർധനവ് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യവും അധിക്ഷേപങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാനുള്ള വ്യക്തമായ നടപടികളാണ് പോലീസ് കൈക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം ഐഡന്റിറ്റി മറച്ചുവെച്ചായാലും ഒരു സ്ത്രീയുടെ ചിത്രത്തിന് താഴെ അല്ലെങ്കിൽ ഒരു കണ്ടന്റിന് താഴെ അശ്ലീല കമന്റുകളും ദ്വയാർത്ഥ വാചകങ്ങളും ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം ഇനിയൊന്ന് ചിന്തിച്ചോളൂ കേട്ടോ.